കഴിഞ്ഞ ദിവസം ഈ മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തിരുന്നു. ഇന്ന് അതിനെക്കുറിച്ചുള്ള നിരീക്ഷണമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും നടപടികൾ എടുക്കുന്നതും സംബന്ധിച്ച് എന്ത് സംവിധാനമാണ് സംസ്ഥാനത്തുള്ളതെന്നാണ് കോടതി ചോദിക്കുന്നത്. വിഷയത്തിൽ വിശദമായ പഠനം വേണമെന്ന് നിരീക്ഷിച്ച കോടതി സമഗ്രമായ പഠനത്തിനായി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടെടുത്ത കേസ് കോടതി എല്ലാ വെള്ളിയാഴ്ചയും പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം കോടതി ചോദിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം സൊമോട്ടോ പ്രകാരം സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി വിഷയം സമഗ്രമായി പരിശോധിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതായത് കോടതിയുടെ നിരീക്ഷണം തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഈ കേസിന്റെ വിശദമായ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് ഒരു പഠന റിപ്പോർട്ട് കൂടി സർക്കാർ ഈ വിഷയത്തിൽ ഹാജരാക്കണം. എന്തായാലും വളരെ വിശദമായ രൂപത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കോടതി ഒരു ഓപ്പൺ ഡോർ തുറന്നിട്ടു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കോടതി വളരെ വിശദമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായും സർക്കാരിനോട് കോടതി ചോദിച്ചത് ഒരു ജിയോ മാപ്പിംഗ്, സമഗ്രമായ ഒരു ജിയോ മാപ്പിംഗ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയിക്കണമെന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ ഈ മഴ മുന്നറിയിപ്പുകൾ അതോടൊപ്പം തന്നെ ഏർലി വാർണിംഗ് സിസ്റ്റം ഒക്കെ നൽകാൻ ചില സംവിധാനങ്ങളുണ്ട് എന്ന് മറുപടി പറഞ്ഞെങ്കിൽ പോലും കോടതി പറഞ്ഞത് ഓരോ ജില്ലകളും പ്രത്യേകമായി തരംതിരിച്ച് എക്കോളജിക്കലി സെൻസിറ്റീവായ ഏരിയകൾ ഏതെന്ന് തരംതിരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ഒരു ജിയോ മാപ്പിംഗ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു സമഗ്രമായ സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. മാത്രമല്ല ഓരോ ജില്ലകളിലെയും മലനിരകൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടെ സമഗ്രമായി മാപ്പിംഗ് നടത്തി അത് സംസ്ഥാന തലത്തിൽ വിശദമായ ഒരു ക്രോഡീകരണം നടത്തണം. കോടതി ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യം ജിയോ മാപ്പിംഗ് സംവിധാനം, ഈ എക്കോളജിക്കലി ജിയോ മാപ്പിംഗ് സംവിധാനം സമഗ്രമായി സംസ്ഥാനത്തിനുണ്ടോ, അങ്ങനെ ഒരു മാപ്പിംഗ് പഠനം ഇതുവരെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കോടതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോറികളുമായി ബന്ധപ്പെട്ട വിഷയം, ഏതൊക്കെ പ്രദേശങ്ങളിൽ കോറികൾ നടത്താം, മൈനിങ് നടത്താം, എല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കീഴിൽ ഒരു സമഗ്രമായ നിലപാട് ഇക്കാര്യത്തിൽ വേണം. ഏതൊക്കെ പ്രദേശങ്ങളിൽ കോറികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മൈനിങ് ഉൾപ്പെടെ അനുവദിക്കാൻ കഴിയുമെന്നതുൾപ്പെടെ ഈ ജിയോ മാപ്പിംഗ് നടത്തിയതിനു ശേഷമായിരിക്കണം അത്തരത്തിലുള്ള അനുമതി നൽകേണ്ടത് എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ കോടതി നിയോഗിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാന്റെ നേതൃത്വത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. വിശദമായ പഠനം നടത്തും. എല്ലാ വെള്ളിയാഴ്ചകളിലും കോടതി ഈ വിഷയം ഓരോന്നോരോന്നായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കോടതി പരിഗണിക്കുകയും ചെയ്യും. ആദ്യപടിയായി അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും അതിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, പ്രത്യേകിച്ച് 2-3 സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഇവരെല്ലാം ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ഓരോ വിഷയം വരുമ്പോഴും അതത് ബന്ധപ്പെട്ട കൺസേൺഡ് അതോറിറ്റി ഈ വിഷയത്തിൽ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം തന്നെ കോടതി കൂടി പറയുന്നത് വിവിധ തരത്തിലുള്ള ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ വിവിധ കോണുകളിൽ നടക്കുന്നു. സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, എക്കോളജിക്കൽ സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെ വിവിധ കോണുകളിൽ ഇത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്രോഡീകരണമില്ല. കോടതിക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ലഭിക്കുകയാണെങ്കിൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വളരെ സമഗ്രമായ നിലപാടിലേക്ക് പോകാമെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായ രൂപത്തിലേക്ക് കോടതി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്രയും വലിയ ഇടപെടൽ കോടതി നടത്തിയിരിക്കുന്നു. അവരോട് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമായി കാണാം. മറ്റൊന്ന് മുസ്തഫ, ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു പൊതു താൽപര്യ ഹർജിയാണ്. ഈ ഫണ്ട് അക്കൗണ്ടുകൾ വഴി സംഘടനകൾ ശേഖരിക്കുന്നു, അത് നിരീക്ഷിക്കാൻ സംവിധാനമില്ല എന്ന് ചോദിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ശ്രീ ഷുക്കൂർ നൽകിയിരുന്ന ഒരു പൊതു താൽപര്യ ഹർജിയുണ്ട്. അത് കോടതി പരിഗണിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു? ധന്യ, എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പരിഗണിച്ച വിഷയത്തിൽ അതെന്തായാലും പരിഗണനയ്ക്ക് വന്നിട്ടില്ല. എന്തായാലും ഒരുപക്ഷെ അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചതാവാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമായും ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ അതിന്റെ സമഗ്രമായ പഠനം, അതോടൊപ്പം തന്നെ തടയാൻ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായി ഈ ദുരന്ത സമയത്ത് പലതരത്തിലുള്ള കോണുകളിൽ നിന്ന് ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു. അതിൽ എടുത്ത കേസ് പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ നിമിഷം അത് പരിഗണിച്ചിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. ധന്യ.